ഹലോ, നമുക്കിന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജ് ബർഗറിൻ്റെ റെസിപ്പി ആയല്ലോ. ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. കുറച്ച് സവാള എടുക്കുക. പിന്നെ മെയിനായിട്ട് ഈ ഒരു ബ്രെഡ് പാക്കറ്റ് നമ്മൾ ബേക്കറിയിൽ നിന്ന് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. ഞങ്ങൾ 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് സെൻറ്ററിലേക്ക് ഒരു കോഴിമുട്ട ആദ്യം ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റേത് ചെറിയ ക്ലിപ്സൊക്കെ ഒന്ന് പോയിട്ടോ, അതാണ് അതിൽ ആഡ് ചെയ്യുന്ന ഭാഗം ഇല്ലാത്ത. ഞങ്ങൾ 2 എഗ്ഗ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു ക്വാണ്ടിറ്റി ഉള്ള സവാളയ്ക്ക് വേണ്ടിയിട്ട് 2 എഗ്ഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ലോണം പച്ചമസാലയും ആ ഒരു കളറൊക്കെ നല്ലോണം മിക്സ് ആവുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എഗ്ഗ് ആയതുകൊണ്ട് തന്നെ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ലാസ്റ്റിലേക്കൊക്കെ എഗ്ഗ് ആഡ് ചെയ്തതിൻ്റെ ശേഷം ഇളക്കി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതൊന്ന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് നടുവിലേക്ക് ഈ ഫില്ലിങ് ഇങ്ങനെ നല്ല പോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടാകുന്നുണ്ട്, അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ ഞങ്ങൾ ബന്നിൽ ഫില്ലിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബന്ന് ഫുള്ള് ഫില്ലിങ് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് നല്ലപോലെ ഓയിലൊക്കെ ഇട്ടിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ 2 എഗ്ഗ് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഷുഗറും കുറച്ച് പെപ്പറും ആവശ്യത്തിന് കുറച്ച് സോൾട്ടും കൂടി ഇട്ടൊന്ന് ബാലൻസ്ഡ് ആക്കി നല്ലോണം വിസ്ക് ചെയ്തതിന് ശേഷം ഈ ബണ്ണ് ഫില്ല് ചെയ്ത ബണ്ണ് അതിൽ നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പാനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല പോലെ മുങ്ങനട്ടോ ഉള്ളിലേക്ക് നല്ലോണം സിമ്മാക്കിയിട്ട് വേണം പാൻ ഇടാൻ വേണ്ടിയിട്ട്. കാരണം ജസ്റ്റ് എഗ്ഗ് ആയതുകൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ അമർത്തിയിട്ട് വീണ്ടും ഇങ്ങനെ മറിച്ചിടാം. അങ്ങനെ ഞങ്ങളിതാ എല്ലാ ബണ്ണും ഓൾമോസ്റ്റ് നല്ലപോലെ മുക്കിയിട്ട് മുകളിലും ബാക്കിലും ഒക്കെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ആ കളർ ഉണ്ടില്ലേ, ഓരോ ഭാഗവും ഫ്രണ്ട് കുക്കായി കഴിയുമ്പോൾ നമ്മൾ ഒന്നിങ്ങനെ ജസ്റ്റ് ആ ഒരു തവി വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും. ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിലും പിന്നെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് എപ്പം വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം. കുറച്ച് സവാളയും ഈ ഒരു ബന്നും എഗ്ഗും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇപ്പോൾ ഇഫ്താർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ബന്ന്. നല്ല യമ്മി ആയിരുന്നു ഞങ്ങൾ കഴിച്ചിട്ട്. അപ്പോൾ എല്ലാം നമ്മൾ മുക്കി വെച്ചിട്ടുള്ള എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിരുന്നു. നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായ ഈ ഒരു സ്നാക്ക്. നിങ്ങൾക്കതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം, നല്ല യമ്മി ആയിരുന്നു. അപ്പം hope you all enjoy my video. Please subscribe my YouTube channel. See you on next video. Bye. Thank you for watching.